ഹലോ, ഹായ്. എലക്ഷൻ കഴിഞ്ഞു. UDF എല്ലാം കൂടെ തൂക്കി വാരി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പം ഇവിടുത്തെ വിഷയം, അതായത് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം UDF തൂക്കി വാരി എടുത്തുകൊണ്ട് പോയതോ അല്ലെങ്കിൽ പിണറായി വിജയനോ അല്ല. നമ്മുടെ നിലപാടിൻ്റെ ഒരു രാജകുമാരനുണ്ട്, ഭയങ്കര നിലപാടാണ് എന്ന് പറഞ്ഞ കാര്യം ഒരു 10 മിനിറ്റ് കഴിയുമ്പം അല്ലെങ്കിൽ ഒരു 3 ദിവസം കഴിയുമ്പോൾ മാറ്റി പറയുക, ആക്ഷേപിക്കുക, ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് സ്വയം അങ്ങ് തീരുമാനിച്ച് ചിന്തിച്ച് വെച്ച് കണ്ട ഇൻ്റർവ്യൂവിലൊക്കെ പോയി വായിലിരിക്കുന്നതൊക്കെ വിളിച്ച് പറഞ്ഞ് അതിനൊരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ട് അവിടെ നിന്ന് വീണ്ടും എയറിലോട്ട് പോവുക. ഇതൊക്കെയാണ് കുറച്ച് ദിവസമായിട്ട് ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആളെ മനസ്സിലാക്കണമെന്നറിയാം, എന്നാലും ഇതൊന്ന് കേൾക്ക്. ചാനലിലെ അരുൺകുമാരൻ എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി വായിച്ചിട്ടുണ്ട്. 303 വോട്ടുകൾക്ക് അഖിൽ മാരാർ എന്ന അഖിൽ രാജ് എന്ന അഖിൽ കൊട്ടാത്തല ഇപ്പോൾ പിന്നിലാണ്. സുനിയൊക്കെ തട്ടി. അതുപോലെ ഞാൻ പറയുന്നു, കോട്ടയോ ഏതാ കാട്ടാ? ഇതാണ് ഇപ്പൊ ചോദിക്കുന്നത്, ഏത് അഖിൽ മാരാറ്? എന്തൊക്കെയായിരുന്നു ഞാൻ ജയിക്കും എങ്ങാണ്ട് ഹാഷ്മി ആ ചേട്ടൻ പറയുന്നുണ്ട്. ബാക്കി എല്ലാവർക്കും അറിയാം അഖിൽ മാരാർ പൊട്ടെന്നുള്ളത്. പക്ഷെ അഖിൽ മാരാർ പറയുന്നു ഞാൻ ജയിക്കും. ജയിച്ചിട്ടുണ്ട്. 10,000 വോട്ട് പോലും തികച്ചില്ലാതെ ഭൂരിപക്ഷം വാങ്ങിച്ച് നല്ല രീതിയിൽ പൊട്ടിപ്പടാരടങ്ങിയിരിക്കുന്നുണ്ട്. രാവിലെ ഒരു വീഡിയോ ആയിട്ട് അഖിൽ മാരാർ വന്നതാ, പിന്നെ വന്നിട്ടില്ല. എന്ത് പറ്റി അഖിൽ മാരാറെ? ചിലപ്പോൾ ഭാര്യ ഹോസ്പിറ്റലിലായതുകൊണ്ട് ബിസി ആയിരിക്കും. അല്ലാണ്ട് ഈ പൊട്ടിയതൊന്നും നമുക്കൊരു വിഷയമേ അല്ല എന്നുള്ള രീതിയിൽ അഖിൽമാർ വരേണ്ടതാണ്. സാരമില്ല, സമയമുണ്ട്. നിങ്ങൾ ആദ്യം ഏതെങ്കിലും ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുക. ഇന്നൊരു കാര്യം പറയും, ഒരു 3 ദിവസം കഴിയുമ്പോൾ അത് മാറ്റി പറയും. ഇങ്ങനെയുള്ള ജനങ്ങളെ എങ്ങനെ വിശ്വസിക്കും? നിങ്ങളുടെ വിചാരം എന്താണെന്നറിയോ? ഈ ഇലക്ഷൻ പ്രചരണം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതിന് പോയ സമയത്ത് ഇങ്ങനെ പറഞ്ഞൊരു കാര്യം അത് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. 100 ദിവസം ബിഗ് ബോസിൽ എന്നെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം എന്നെ. അത് വെച്ച് എന്നെ വോട്ട് ചെയ്തോളും. ഈ 100 ദിവസം അതൊരു റിയാലിറ്റി ഷോയാണ്. അതിൻ്റെ അകത്ത് നിങ്ങൾ 100 ദിവസം എങ്ങനെ നിന്നു എന്നുള്ളതല്ല അഖിൽ മാരാർ ഇവിടുത്തെ വിഷയം. ഇത് എലക്ഷനാണ്. ആർക്ക് വോട്ട് ചെയ്താൽ ആർക്ക് ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കിയിട്ടാണ് ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ഈ എലക്ഷൻ സാധനം വന്ന സമയത്ത് അതിന് മുമ്പ് വരെ ഈ സഹായം ചെയ്യുന്ന വീഡിയോസ് ഒന്നും എടുത്ത് പോസ്റ്റ് ചെയ്യാതിരുന്ന അഖിൽ മാരാർ പിന്നെ അങ്ങ് തുടങ്ങി ഈ ജനങ്ങൾക്ക് സഹായം ചെയ്യുന്നത് പോലെ എടുത്ത് വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യുന്നു. എന്തിന്? വല്ല ആരും ഉണ്ടായിരുന്നോ? നിങ്ങളൊരാൾക്ക് സഹായം ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങളറിഞ്ഞാൽ പോരെ? ഈ നാട്ടുകാരെ കൂടെ അറിയിക്കണം. അതും ഇലക്ഷൻ്റെ സമയത്താട്ടോ. വേറെ ആ പ്രചരണത്തിൻ്റെ സമയത്ത് വീട്ടുകളിലൊക്കെ പോയിട്ടിരുന്നിട്ട് അവർക്ക് സഹായം ചെയ്യുന്നതൊക്കെ ഘോര പ്രസംഗമായിരുന്നു. കാണാനുണ്ട് പ്രസംഗിച്ചതിൻ്റെ എല്ലാം കാണാനുണ്ട്. കഷ്ടം. പാർട്ടിയില്ല, സ്വന്തമായിട്ട് ഏത് പാർട്ടിയിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണം എന്നറിയത്തില്ല. ഈ കൊരങ്ങന്മാർ ഒരു മരത്തിൽ നിന്ന് വേറൊരു മരത്തിൽ ചാടത്തില്ലേ, അതുപോലെയാണ് അഖിൽ മാരാർ. ഇന്ന് ഇവിടെ നിൽക്കും, നാളെ വേറൊരു സ്ഥലത്ത് നിൽക്കും, അത് കഴിയുമ്പോൾ വേറെ എവിടെയെങ്കിലും പോയി ചാടാനുണ്ടെങ്കിൽ അവിടെ പോയിരുന്ന് ചാടും. ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ചാടിക്കൊണ്ടിരിക്കുക. വേണം ബാക്കിയും കൂടെ കേൾപ്പിച്ചു തരാം. റിസൾട്ട് ഞാനൊക്കെ പറയുകയാണ്. അഖിൽ രാജ് എന്ന അഖിൽ മാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 വോട്ടുമായി 3-ാം സ്ഥാനത്താണ്. താഴേന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1-ാം സ്ഥാനത്താണ്. കേട്ടല്ലോ, താഴേന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1-ാം സ്ഥാനത്തുണ്ട്. കുഴപ്പമില്ല. ഇതിനേക്കാളും കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിഷാരടിയുടെ അടുത്ത്, അതായത് പിഷാരടിനെ കുറിച്ചിട്ട് ഇങ്ങനെ മീഡിയക്കാരുടെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്. സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ അങ്ങേരുടെ പേരിൽ കേസുണ്ടോ? ഈ കേസില്ലാതെ പിഷാരടി ഇന്ന് ജയിച്ചു. പറഞ്ഞായിരുന്നോ അഖിൽ മാരാറെ? കേസുള്ള അഖിൽ മാരാർ 8 നിലയിൽ പൊട്ടി, കേസില്ലാത്ത പിഷാരടി ജയിച്ചു. മനസ്സിലായോ? എന്തേലൊക്കെ പറയാനുണ്ടോ ഈ കാര്യത്തിൽ? എന്തൊക്കെയായിരുന്നു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ ആക്ഷേപിക്കുക, അധിക്ഷേപിക്കുക, വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുക. 8 നിലയിൽ ആൾട്ട പടല
സോറി, പൊട്ടുക മാറിപ്പോയി. 93 വോട്ടുകൾക്ക് അഖിൽ മാരാർ എന്ന അഖിൽ രാജ് എന്ന അഖിൽ കൊട്ടാത്തല ഇപ്പോൾ പിന്നിലാണ്. ആദ്യം യൂത്ത് കോൺഗ്രസ് ആയിരിക്കുകയും പിന്നീട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുകയും പിന്നീട് അവിടെ നിന്ന് തിരിച്ച് യുവമോർച്ചയിലേക്കും BJPയിലും ഒക്കെ വന്ന് അവിടെ നിന്ന് 2020 വന്ന് മത്സരിച്ച കേട്ടല്ലോ, ഇതാണ് അഖിൽ മാരാറിന്റെ രാഷ്ട്രീയം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൽ നിങ്ങൾ ആദ്യം ഉറച്ചു നിൽക്കുക. ഇത് കോൺഗ്രസ്സിന് ചാടുക, അതിൻ്റെ അപ്പുറത്തോട്ട് ചാടുക, അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് ചാടുക, ഇപ്പൊ വേറെ ഏതെങ്കിലുമൊക്കെ പാർട്ടിയിൽ പോയിട്ട് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുക. ആ പാർട്ടീനെ പറയാത്ത കുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. വായി തോന്നുന്നതൊക്കെ ആ പാർട്ടീനെ കുറിച്ച് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അഖിൽ മാരാറിന്റെ നിലപാടിന്റെ കാര്യം പിന്നെ ബിഗ് ബോസിന്റെ സമയത്തെ മനസ്സിലായതാണ്. ബിഗ് ബോസിൽ പോയി മത്സരിക്കുന്നതിനേക്കാൾ ഭേദം ലുല്ലുമാളിൽ പോയി മുണ്ട് പൊക്കുന്നതാണ് എന്ന് പറഞ്ഞ ഇതേ അഖിൽ മാരാർ അടുത്ത വർഷം ബിഗ് ബോസിൽ പോയി മത്സരിച്ച് ജയിച്ചിട്ട് ഇറങ്ങിയിട്ട് വന്നു. ഇത്രയും ഉളപ്പില്ലാത്തൊരു മനുഷ്യൻ, നിലപാടില്ലാത്തൊരു മനുഷ്യൻ മഴ പെയ്യുന്നുണ്ട്, വേറെ കാണൂല. മനസ്സിലായോ? കഷ്ടം. ശരി എന്നാ, എന്തായാലും തോറ്റതല്ലേ. അഭിവാദ്യങ്ങൾ അണ്ണാ, അഭിവാദ്യങ്ങൾ.